അടുത്തത് കൺവേർഷൻ റേറ്റ് ഓവർ ടൈം. കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് കൺവേർട്ടഡ് ആയി. അതായത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എത്ര പേര് പ്രൊഡക്റ്റ് വെറുതെ ഇങ്ങനെ നോക്കി നിന്ന്, അത് കഴിഞ്ഞിട്ട് നോക്കി നിന്നാൽ മാത്രം പോരല്ലോ, പ്രൊഡക്റ്റ് എത്ര പേര് വാങ്ങിച്ചു, അതാണ് കൺവേർഷൻ റേറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു 100 പേര് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത്, ഒരു 1000 പേര് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ കൺവേർഷൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 പേര് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അതിൽ 100 പേര് പ്രൊഡക്റ്റ് വാങ്ങി. അപ്പോൾ ഈ 100 ഡിവൈഡഡ് ബൈ 1000, അപ്പോൾ 10% അതായിരിക്കും നമ്മുടെ കൺവേർഷൻ റേറ്റ്. അപ്പോൾ ഇവിടെ 10% കാണിക്കും. അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആയിക്കൂടെ, അതായത് എത്ര പേര് ആ സെഷനിൽ തന്നെ നിന്നിട്ട് പോയി, എത്ര പേര് ആഡ് ടു കാർട്ട് ചെയ്ത് ആ പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പോയി, അതിവിടെ കാണിക്കും. എത്ര പേര് അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അത് സാധനം അങ്ങോട്ട് വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം, ചെക്കൗട്ടിൽ ആരൊക്കെ എത്തി, എത്ര പേര് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവും, ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണ് നമ്മുടെ വെബ്സൈറ്റ് കൂടുതൽ നോക്കണത്, നമ്മുടെ പ്രൊഡക്റ്റ് ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണ് കൂടുതൽ നോക്കണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. പിന്നെ കമ്മ്യൂണിറ്റി തുടങ്ങുന്ന, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങണതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ചോദിക്കാൻ നിങ്ങളോട് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് നിങ്ങൾക്ക് ആഡ് ആവാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ആഡ് ആവാം. എന്നിട്ട് അതിൽ നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, അങ്ങനെ കാര്യങ്ങൾ നോക്കാം. അല്ലാതെ എനിക്ക് തോന്നണില്ല ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ച് എല്ലാവരെയും ഇതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റി തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.